ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സിവിൽ ഓൺലൈൻ സ്റ്റഡീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ ട്രേസർ ഓവർസിയർ തേർഡ് ഗ്രേഡ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിൽ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും സിവിൽ എഞ്ചിനീയറിംഗും കോഴ്സ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപോലെ എഴുതാവുന്ന ഒരു ടെസ്റ്റാണിത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഈ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള വാട്ടർ അതോറിറ്റി എക്സാമിനേഷന് വേണ്ടി ഒരു പുതിയ പ്രത്യേക സിലബസ് ഇതുവരെ PSC അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കേരള PSCയുടെ ട്രേസർ എക്സാമിന് മുൻ വർഷങ്ങളിൽ പരീക്ഷ നടത്തിയ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിലബസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണുവാൻ ശ്രമിക്കുക. ഈ എക്സാമിൻ സിലബസ് പ്രകാരം സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ടോപ്പിക് വൈസ് ആയിട്ട് അപ്ലോഡ് ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് പഠിക്കുന്നതിനായി ആ വീഡിയോകൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രയോജനപ്പെടുത്താം. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള മെഷീനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ 2 വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിലബസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇതിൽ ഡ്രോയിങ്ങും അതോടൊപ്പം വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ് എന്ന് പറഞ്ഞതിൽ കുറച്ച് സിലബസിൽ ടോപ്പിക്സും കൂടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. വളരെ ഈസിയായി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതുമായ ടോപ്പിക്സാണത്. വർക്ക്ഷോപ്പ് സയൻസ് കാൽക്കുലേഷനിലെ ഈ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഇനി ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക്കാണ് യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അളവുകൾ. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് എ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മെഷറിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ അത് തന്നെയാണ് ഇതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് ഡിഫൈൻഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഓർ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് വൺ കൈൻഡ് യൂസ്ഡ് ടു മെഷർ അതർ ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം കൈൻഡ്. സിംപിളി നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് എ ക്വാണ്ടിറ്റി. അളവുകൾ രണ്ടായി നമുക്ക് തിരിക്കാം യൂണിറ്റ്സിനെ: ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് ബേസിക് ക്വാണ്ടിറ്റീസ് ഓഫ് ലെങ്ത്, മാസ്, ടൈം. നമുക്ക് ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ലെങ്തും മാസും ടൈമുമാണ്. ഈ ലെങ്തും മാസും ടൈമും മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബേസിക് യൂണിറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അടുത്തതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ബേസിക് യൂണിറ്റ്സ് ആൻഡ് ബിയർ എ കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത യൂണിറ്റ്സിനെയാണ്, അതിൽ നിന്ന് ഫോം ചെയ്തെടുത്ത യൂണിറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന്. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുമായിട്ട് ഇതിനൊരു ബന്ധവും ഉണ്ടാവും. എക്സാമ്പിൾ പറയുന്ന ഏരിയ, വോളിയം, പ്രഷർ, ഫോഴ്സ് എക്സെട്ര. ഓക്കെ, ദെൻ 4 ടൈപ്പ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട് നമുക്ക്. ഫസ്റ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് FPS സിസ്റ്റം. FPS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F എന്ന് പറയുന്ന ഫൂട്ട്, P എന്ന് പറഞ്ഞ പൗണ്ട്, S എന്ന് പറഞ്ഞത് സെക്കൻഡ്. ഫൂട്ട് പൗണ്ട് സിസ്റ്റം. ഫൂട്ട് പൗണ്ട് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ഈ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് ഫൂട്ട് കൊണ്ടും മാസ് മെഷർ ചെയ്യുന്നത് പൗണ്ട് കൊണ്ടും ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡ് കൊണ്ടുമാണ്. അടുത്ത സിസ്റ്റമാണ് CGS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെട്രിക് സിസ്റ്റമാണ്. ഈ മെട്രിക് സിസ്റ്റത്തിൽ ഈ C എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററും G എന്ന് പറയുന്ന ഗ്രാമും S എന്ന് പറഞ്ഞാൽ സെക്കൻഡുമാണ്. എന്ന് വെച്ചാൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്റർ കൊണ്ടും മാസ് ഗ്രാം കൊണ്ടും S എന്ന് പറയുന്ന ടൈം സെക്കൻഡ് കൊണ്ടുമാണ് ഈ CGS സിസ്റ്റത്തിൽ മെഷർ ചെയ്യുന്നത്. അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് MKS സിസ്റ്റം. MKS സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, MKS സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അനദർ മെട്രിക് സിസ്റ്റം. മറ്റൊരു മെട്രിക് സിസ്റ്റമാണ്. CGS സിസ്റ്റം മെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞു. അതുപോലെ MKS സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെട്രിക് സിസ്റ്റമാണ്. ഇതിലും മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് സിസ്റ്റം. M എന്ന് പറയുന്നത് മീറ്റർ, K കിലോഗ്രാം, S എന്ന് പറയുന്നത് സെക്കൻഡാണ്. ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്റർ കൊണ്ടും കിലോഗ്രാം എന്ന് പറയുന്നതാണ് മാസിൻ്റെ യൂണിറ്റ്. ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡ് കൊണ്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തതാണ് SI യൂണിറ്റ്. SI സിസ്റ്റം എന്ന് പറയുന്നത്. SI സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ എന്നാണ് പറയുന്നത്. എന്നാൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് SI സിസ്റ്റം. SI സിസ്റ്റത്തിലും ഈ പറഞ്ഞതുപോലെ തന്നെ MK സിസ്റ്റത്തിലുള്ളതുപോലെ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് സിസ്റ്റം തന്നെയാണ്. മീറ്ററും കിലോഗ്രാമും സെക്കൻഡും വെച്ചിട്ടാണ് ഈ ബേസിക് ക്വാണ്ടിറ്റീസിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് 3 ഈ 4 പ്രധാനപ്പെട്ട സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. ഇനി അടുത്ത് വരുന്നൊരു ടേബിളാണ്. ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ FPS, CGS, MKS ആൻഡ് SI സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. അതിൽ FPS സിസ്റ്റം എന്താണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്താണ് തുടങ്ങിയ ഉൾപ്പെടുത്തിയിട്ടുള്ള പഠിക്കാൻ ഈ കുറച്ചും കൂടി ഈസി ആയിട്ടൊരു ചാർട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തുള്ളൊരു ടേബിളാണ്. ടേബിളിൻ്റെ ഹെഡിങ് വായിച്ചാൽ അറിയാം ഡെസിമൽ മൾട്ടിപ്പിൾസ് ആൻഡ് പാർട്സ് ഓഫ് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്.
അതിൽ നമുക്കതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നിങ്ങൾ നോക്കി കാണാൻ പറ്റും 10⁻1. 10⁻1 എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഏതൊരു നമ്പർ റൈസ് ടു 1 എന്ന് പറഞ്ഞാലും എന്തുവാണ് പറയുക, അതേ നമ്പർ തന്നെയാണ്. അപ്പോൾ 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഇതിന് പറയുന്നത് എന്താണ്, ഡെക്ക എന്നാണ് പറയുന്നത്. ഡെക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പൽ DA ആണ്, സ്മോൾ ലെറ്റർ DA. അടുത്ത് പറയുന്നത് 10 സ്ക്വയർ, 10⁻2. 10⁻2 എന്ന് പറഞ്ഞാൽ 10/10. 10 ഗുണം 10. 10 ഗുണം 10 എന്ന് പറയുമ്പോൾ 100. അതിന് പറയുന്നതാണ് ഹെക്ടോ. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് H. അതുപോലെ തന്നെ നോക്കാം 10⁻−1. ഏതൊരു നമ്പർ ⁻−1 എന്ന് പറഞ്ഞാൽ എന്തും അർത്ഥം, 1/10. 1/10. 1/10 എന്ന് പറയുന്നത് ഡെസി എന്നാണ് പറയുന്നത്. ഡെസിയെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് സ്മോൾ ലെറ്റർ D. അത് കഴിഞ്ഞ് പറയാം 10⁻². 10⁻² എന്ന് പറഞ്ഞാൽ 1/10/2 എന്ന് പറഞ്ഞാൽ 1/10/10. 1/10 × 10 എന്ന് പറയുന്നത് 1/100 എന്ന് പറയുന്നത് എത്രയാണ്, 0.01. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സെൻറ്റി. അതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് C. ഇത്തരത്തിൽ 10⁻12, 10⁻−12 എന്നൊക്കെ പറയുന്നത് എന്തുവാണ്, അതിന് പറയുന്ന പേരെന്താണ്, അതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്താണെന്ന് പരാമർശിക്കുന്ന ഒരു ടേബിളാണിത്. അത് നിങ്ങൾ മനസ്സിലാക്കിയത് കാണാതെ പഠിക്കുക. പിന്നെ തുടർന്ന് വരുന്ന ടേബിൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ്സിൻ്റെ കൺവേർഷനാണ്. നമുക്ക് FPS സിസ്റ്റം ഉണ്ട്, CGS സിസ്റ്റം ഉണ്ട്. അപ്പോൾ SI യൂണിറ്റ്സ് നിന്ന് BT സിസ്റ്റത്തിലേക്ക് മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ ടേബിൾസ് ആണ്. ഏരിയയുടെ ഉണ്ട്, ലെങ്തിൻ്റെ ഉണ്ട്, വോളിയത്തിൻ്റെ ഉണ്ട്, അങ്ങനെ വിവിധ തരം. ടെമ്പറേച്ചറിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ടേബിൾസാണ് താഴെയുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിലുള്ള എന്താണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇനി തുടർന്ന് വരുന്ന വീഡിയോസിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഇതെങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കുക. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എത്ര കൊണ്ട് ഭാഗിക്കണം, അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തും ഭാഗിച്ചും ഒക്കെ എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രയോജനപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ ആ ടേബിൾസ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോസിൽ നമ്മൾ ഈ കൺവേർഷനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് അതിൻ്റെ എക്സ്പ്ലനേഷനും ഇൻക്ലൂഡ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ടെസ്റ്റ് പേപ്പർ പോലെ MCQs ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ തന്നെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഡേറ്റ് പറയും. അപ്പോൾ നിങ്ങൾ ഈ ചാർട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക.